ആലുവയിൽ പ്രേമപാലത്തിന് പൂട്ടുവീണു. പ്രേമം സിനിമയിലൂടെ ഹിറ്റായ ആലുവയിലെ നീർപ്പാലം കമിതാക്കളുടെ ശല്യമടക്കമുള്ള കാരണങ്ങളാൽ ജലസേചന വകുപ്പ് അടച്ചുപൂട്ടി. പാലത്തിന്റെ രണ്ടറ്റത്തും മധ്യഭാഗത്തെ 2 പ്രവേശന കവാടത്തിലുമായി 4 ഇരുമ്പ് ഗേറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കമിതാക്കളുടെയും ലഹരിമരുന്ന് വിൽപ്പനക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതിനാൽ പാലം അടക്കണമെന്ന് വാർഡ് കൗൺസിലർ ടിൻഡു രാജേഷ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: ഒരു 50 വർഷം മുമ്പ് കൃഷിക്ക് ആവശ്യത്തിനായി വെള്ളത്തിന് വേണ്ടി ഇവിടെ ഒരു കനാൽ നിർമ്മിക്കുകയും നമ്മുടെ ഭൂതത്തങ്ങട്ടിൽ നിന്ന് ഇതിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം പറവൂർ ഭാഗത്തേക്കും കടുങ്ങല്ലൂർ മുപ്പത്തടം ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയ കനാൽ നിർമ്മിച്ച് പിന്നെ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര നിവാസികൾക്ക് ഇതിലെ യാത്രാ സൗകര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇതിലെ ഒരു പാലമായി വർഷങ്ങളോളം ഈ പാലത്തിലൂടെയാണ് ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര നിവാസികൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പുതിയ പാലം വന്ന് ശേഷം ഈ യാത്ര കുറയുകയും ഇപ്പോ ഈ പാലം അതിനുശേഷമാണ് ഒരു മലയാള സിനിമ, പ്രശസ്തമായ ഒരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയും ആ ഷൂട്ടിങ്ങിന്റെ ശേഷം ഈ പ്രശസ്തിയായി ഇതോടുകൂടി ഇവിടെ നിന്ന് യുവാക്കള് ഇങ്ങോട്ട് വന്നു തുടങ്ങാൻ തുടങ്ങിയത്. ഒത്തിരി അധികം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലേക്ക് മയക്കുമരുന്നും അനാശാസ്യവുമായി തീരുകയും അത് നാട്ടുകാർ തന്നെ പലരും ചോദ്യം ചെയ്യപ്പെടുകയും അവർക്കെതിരെ സദാചാരത്തിന് പോലീസ് കേസെടുക്കുകയും ഇന്ന് കയറി ഇറങ്ങുന്നവരുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള CPIയുടെ പ്രവർത്തകർ കഴിഞ്ഞ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഈ പാലം അടച്ചുകെട്ടുകയാണ്. ഒരാണിൻ്റെ കൂടെ 2 പെണ്ണ്, അല്ലെങ്കിൽ 2 ആണിൻ്റെ കൂടെ 6 പെൺകുട്ടികൾ, പിന്നെ പെൺകുട്ടികൾ മാത്രം. ഇതൊക്കെ വന്നിട്ട് നേരം വെളുപ്പിന് വരെ ഇവിടെയൊക്കെയാണ്. അത് താഴെയുള്ള വീട്ടുകാരെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആവശ്യങ്ങൾ പറയുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടായിട്ട് നാട്ടുകാർ വന്ന് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കെതിരെ കേസെടുത്ത് ഇപ്പൊ അവരിപ്പോ കേസുമായിട്ട് പുറകെ നടക്കുകയാണ്. അറിയില്ലേ? അത് എത്ര പേര് കയറി ഇറങ്ങണമെന്ന് അറിയാമോ കോടതി? അപ്പൊ ഈ ചെയ്തേക്കണതൊക്കെ നല്ല കാര്യമാണ്. വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു രീതിയിലും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിന് മുകളിൽ ഇപ്പോൾ യാതൊരു വിധ അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ രീതിയിലാണ് ഇവിടെ സംഭവം നടക്കുന്നത്. ഈ പാലത്തിന്റെ 2 സൈഡിലുള്ള ആളുകൾ ജീവിക്കാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പാടില്ല. പ്രായപൂർത്തിയായ പിള്ളേർ ഉള്ളവർക്ക് ഒട്ടും അത് ഡോറ് കൊണ്ട് തുറക്കാൻ പാടാത്ത കണ്ടീഷനാണ്. അത് പല ആളുകളും ഇവിടുന്ന് അത് മുൻനിശ്ചയിലും ഒപ്പിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. കൊണ്ടുപോയി കൊടുത്ത് പിന്നെ പോലീസിന് കൊടുത്ത്, അതുപോലെ തന്നെ എക്സൈസിൽ കൊടുത്ത്, വനിതാ സെല്ലിൽ കൊടുത്ത്, എല്ലാ സ്ഥലത്തും കൊടുത്ത് അവർ വന്ന് തീരുമാനങ്ങൾ കിട്ടും. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങൾ നടപടിയിലേക്ക് പോയാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി ഞങ്ങൾ അവിടെ മന്ത്രിക്ക് കൊടുത്ത് 70,000 രൂപ അല്ലേ ഗേറ്റ് സ്ഥാപിക്കാൻ 70,000 രൂപ ഗേറ്റ് സ്ഥാപിക്കാൻ മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ മുകളിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാട്. നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കേസുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ മേഖലകളിൽ ചെല്ലുമ്പോഴും അവരെല്ലാം കൈയൊഴിയാണ്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തിപ്പെട്ടു പോയി. നമ്മുടെ നാട്ടിലെ ഒരുപാട് സഹോദരങ്ങൾ കേസിൽ വരെയും പ്രതികളായിട്ടുണ്ട്. ഈ ചോദിച്ച പ്രേമം സിനിമ ഇവിടെ ഈ പാലത്തിന് ഷൂട്ടിംഗ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഈ പാലം കാണുവാനും സന്ദർശിക്കുവാനും ഒക്കെ വരികയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന കുറച്ച് യുവതലമുറകൾ അത് ദുരുപയോഗം ചെയ്യുകയും നാട്ടുകാർക്കുൾപ്പെടെ ഒരു ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പാലം മാറുകയും ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്ത യുവാക്കളെ പിന്നീട് സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് അവരൊക്കെ ഇപ്പോഴും ആ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രേമം സിനിമ ഇറങ്ങുന്നത് വരെ നാട്ടുകാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പുറത്തു നിന്നുള്ളവരും വന്നു തുടങ്ങി. അതോടെ പ്രേമം പാലം എന്നായി പേര്.